നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബറിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് കോ-ഓപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചതായി പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 15-16 തീയതികളിൽ SCO ഗവൺമെന്റ് മേധാവികളുടെ യോഗത്തിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കും. പരിപാടിക്ക് മുന്നോടിയായി മന്ത്രിതല യോഗവും SCO അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, മാനുഷിക സഹകരണം എന്നിവയിൽ ഊന്നിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിരവധി റൗണ്ട് മീറ്റിംഗുകളും നടക്കും. ചില രാജ്യങ്ങൾ SCO മീറ്റിംഗിൽ തങ്ങളുടെ പങ്കാളിത്തം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കുന്നവരുടെ ഔദ്യോഗിക പട്ടിക പുറത്തുവിട്ടിട്ടില്ല. ക്ഷണത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. SCO യോഗത്തിലേക്കുള്ള പാകിസ്ഥാന്റെ ക്ഷണം ഇന്ത്യ നിരസിച്ചതായി നേരത്തെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗിക പ്രസ്താവനയിൽ നിഷേധിച്ചിട്ടുണ്ട്. ഈ വർഷം ജൂലൈ 3-4 തീയതികളിൽ കസാഖിസ്ഥാനിൽ നടന്ന SCOയുടെ 24ാമത് രാഷ്ട്രതലവന്മാരുടെ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്തിരുന്നില്ല. വിദേശകാര്യ മന്ത്രി S ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആസ്താനയിൽ എത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്കായി പ്രധാനമന്ത്രി മോദി പാകിസ്ഥാനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പാക് വിശകലന വിദഗ്ധൻ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും പാകിസ്ഥാനിലേക്ക് മോദി എത്തുക അത് സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രശ്നം തന്നെയായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയെ സംബന്ധിച്ച ഏറെ നിർണായകമായ ഒരു ദിവസമായിരിക്കും പാകിസ്ഥാനിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണെങ്കിൽ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് നേരിട്ട് ചെല്ലാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ മോദിയെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ പങ്കെടുക്കുന്ന കാര്യത്തിൽ എന്തായാലും തീരുമാനം ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒക്ടോബർ 15-16 തീയതിയിലാണ് SCO ഗവൺമെന്റ് മേധാവികളുടെ യോഗത്തിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നത്. പരിപാടിക്ക് മുന്നോടിയായി മന്ത്രിതല യോഗവും SCO അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമൂഹിക, സാംസ്കാരിക, മാനുഷിക സഹകരണം എന്നിവയിൽ ഊന്നിയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിരവധി റൗണ്ട് മീറ്റിംഗുകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യ നേരിട്ട് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം.